റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏതാണ്ട് മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ കഴിഞ്ഞ 6 സിനിമകളും വലിയ വിജയമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, കാതൽ, കണ്ണൂർ സ്കോഡ്, ടർബോ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന 6 സിനിമകളും. 7ാമത്തെ സിനിമ ഏതാണ്ട് പ്രദർശനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. മമ്മൂക്കയും വിനായകനും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വേഷങ്ങളിൽ അഭിനയിക്കുന്ന ജിതിൻ കെ ജോസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. എനിക്ക് തോന്നുന്നു വളരെ അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ റിലീസ് ഉണ്ടാവും. അതിൻ്റെ റിലീസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 8ാമത്തെ സിനിമ ഇപ്പം ഏതാണ്ട് വാർത്തകളിൽ നിറയുകയാണ്. അതായത് മറ്റൊന്നുമല്ല, ഫാലിമി എന്ന് ജഗദീഷിനെയും ബേസിൽ ജോസഫിനെയും നായകന്മാരാക്കി ഒരുക്കിയിട്ട് ഉള്ള ഫാലിമിയുടെ ഡയറക്ടർ നിതീഷ് സഹദേവനാണ് മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ സിനിമ മമ്മൂക്കയെ നായകനാക്കി എടുക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ നിതീഷ് സഹദേവൻ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്കയുടെ അടുത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 2, 3 അല്ലെങ്കിൽ 4, 5 കൊല്ലങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയുടെ അടുത്ത് ഇത്തരത്തിലുള്ളൊരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെന്നപ്പം മമ്മൂക്ക ആദ്യം കരുതിയത് ഒരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. എനിക്കൊന്ന് വർഷമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരിക്കും ഒരു പക്ഷേ. കഥ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഫാലിമി മമ്മൂക്ക കണ്ടതിന് ശേഷമായിരിക്കും നിതീഷിനെ മമ്മൂക്ക കാണുന്ന സമയത്ത് ഒരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിലുള്ള കഥ പറയാനായിരിക്കും ചെന്നതെന്ന് വിചാരിച്ച് മമ്മൂക്ക അത്ര വലിയ താല്പര്യം കാണിച്ചോന്നറിയില്ല. പക്ഷേ നിതീഷ് പറഞ്ഞ ആ കഥ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. കാര്യം മമ്മൂക്ക പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല നിതീഷ് ആ കഥ പറഞ്ഞ് ആ കഥ പ്രസൻറ്റ് ചെയ്ത രീതിയിലും അല്ലെങ്കിൽ നിതീഷിൻ്റെ ഉള്ളിലുള്ള ആ കഥയെന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂക്കയെ ഒരു പക്ഷേ ആകർഷിച്ചിട്ടുണ്ടാകുക അതൊരു മാർത്താണ്ഡം നാഗർകോവിൽ ഭാഗത്ത് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അതിനകത്ത് നായക കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത്. അപ്പം മമ്മൂക്ക വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്ത് നമുക്കറിയാം. ഇപ്പം വിധേയൻ പോലുള്ള സിനിമയ്ക്കകത്ത്, ചട്ടമ്പിനാട് പോലുള്ള സിനിമയ്ക്കകത്ത്, പുത്തൻപണം പോലുള്ള സിനിമയ്ക്കകത്ത്, രാജമാണിക്യത്തിനകത്ത്, അങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത. ഇപ്പോൾ ഒരു വടക്കൻ വീരകഥയ്ക്കകത്ത് ഒരു സ്ലാങ്, അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിനകത്തുള്ള മറ്റൊരു സ്ലാങ്, പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുണ്ടായിരുന്ന ഒരു സ്ലാങ്, അങ്ങനെ വിവിധ ഭാഷകൾ ഏറ്റവും നന്നായിട്ട് വിവിധ സ്ലാങ്ങുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് മമ്മൂക്ക എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നിതീഷ് സഹദേവൻ പറഞ്ഞ ഈ കഥയും ഇതിനകത്ത് ഈ മാർത്താണ്ഡം നാഗർകോവിൽ ഭാഗത്തെ ആ നായകൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന ആ ഒരു ഭാഷയും, അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മമ്മൂട്ടി കമ്പനി തന്നെ മറ്റൊരു പ്രൊഡ്യൂസർക്ക് ആ സിനിമ പോകണ്ട. കാര്യം എല്ലാം കൊണ്ടും മമ്മൂക്കയ്ക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തിക്കാണാൻ മമ്മൂക്ക പോലും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണെന്നുള്ള മമ്മൂക്കയുടെ തോന്നലാണ് മമ്മൂട്ടി കമ്പനി തന്നെ ഈ നിതീഷ് സഹദേവൻ്റെ ഈ സിനിമ ഏറ്റെടുത്തത്. അപ്പോൾ നിതീഷ് സഹദേവൻ്റെ ഈ സിനിമ ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ സിനിമയാണ്. അപ്പോൾ കഴിഞ്ഞ 6 സിനിമകളിലും പരാജയം പറഞ്ഞിട്ടില്ലാത്ത മമ്മൂക്കയ്ക്ക് 7ാമത്തെ സിനിമയും വലിയ വിജയമാവും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. കാര്യം മമ്മൂക്ക ഇന്ന് വരെ ചെയ്തിട്ടുള്ളതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് നമ്മൾ കേട്ടുകേഴ്വി അനുസരിച്ചിട്ടുള്ള മമ്മൂക്കയുടെ വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത്. അതിപ്പം ഒരു ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുമായിട്ടുള്ള ആ കഥാപാത്രത്തിനുള്ള സാദൃശ്യം നമുക്കറിയാം. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് പ്രാവശ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം വിനായകനും വരുമ്പോൾ, പ്രത്യേകിച്ച് മമ്മൂക്ക ഇത്തരത്തിലുള്ളൊരു റോളിലും വിനായകനായിട്ട് പോലീസ് വേഷത്തിലും വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുത്തി എന്നാന്ന് തോന്നുന്ന സിനിമയുടെ പേര് നവ്യ നായരുടെ, ചിലപ്പം തിരുത്തുണ്ടെങ്കിൽ തിരുത്തി തന്നാൽ കൊള്ളാം. അപ്പോൾ ആ സിനിമയ്ക്കകത്തുള്ള വിനായകൻ്റെ പോലീസ് വേഷം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാര്യം വിനായകൻ്റെ അഭിനയത്തിനെക്കുറിച്ച് ഇഷ്ടമുള്ളവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ടാവും. പക്ഷേ അതിനകത്ത് പോലീസ് വേഷം ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോലീസ് വേഷത്തിൽ വിനായകനും ഇപ്പുറത്തൊരു നെഗറ്റീവ് ടച്ചിൽ മമ്മൂക്കയും, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ എന്താണ് പറയുന്നത്, ഇപ്പം ചില സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ ഒരു ചിരിയുണ്ട്. ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല, അത് പറയാൻ വാക്കുകളില്ല എനിക്കിപ്പോൾ. ഉദാഹരണം എനിക്ക് തോന്നുന്നു നമ്പർ 20 മദ്രാസ് മെയിൽ പോലുള്ള ചില സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ അത്തരത്തിലുള്ള ഒരു അട്ടഹസിച്ചുകൊണ്ടുള്ളത് നിർത്താതെയുള്ള ഒരു ചിരിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിരിയൊക്കെ കലർന്ന മമ്മൂക്കയുടെ ഒരു കഥാപാത്രവും കൂടെ ആവുമ്പം ആ സിനിമയുടെ വിജയത്തിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കണം നിതീഷ് സഹദേവൻ ഒരുക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ സിനിമയും. ഏതായാലും വിവിധ സ്ലാങ്ങുകൾ ഇത്രയും ഏറെ കൈകാര്യം ചെയ്യാൻ, ഇത്രയും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ മമ്മൂക്കയോളം പോകുന്ന ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ ഇല്ലാത്തിടത്തോളം കാലം മമ്മൂക്ക അതിഗംഭീരമായിട്ട് തന്നെയായിരിക്കും ഈ 8ാമത്തെ സിനിമയിലും മമ്മൂക്കയുടെ കഥാപാത്രത്തിനെയും സിനിമയും പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തായാലും അതും ഈ കഴിഞ്ഞ 6 സിനിമ പോലെ, അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പോകുന്ന 7ാമത്തെ സിനിമ പോലെ ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.